നല്ലൊരു കോള് വന്നിട്ടുണ്ട്. നമ്മളെ കൊച്ചുകുഞ്ഞാശാന്റെ കടയിലെത്തി പോന്നതാ. എനിക്ക് ഒരു കാര്യം പറയണമെന്ന് തോന്നി കേട്ടോ. ഇത് ഇനിയിപ്പോ ആരെന്ത് പ്രശ്നമാക്കി എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി. നമുക്ക് വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിക്കളെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ കൂടിയായിരുന്നു മറ്റേ അഷ്കർ ടെക്കി. അതെ, ഇവൻ ആള് മൊണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവരാ. പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബാഡ് അടിച്ച്. സാറിന് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. വിശ്വാസവഞ്ചന കാണിക്കരുത്. ഞാൻ ജസ്റ്റ് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കണ്ടു നോക്കിയിട്ട് പറയണം. ഇതിന് എന്ത് കോൺട്രസ്റ്റ് ചെയ്യാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. ചേട്ടാ അവന്റെ മുഖത്തോട്ട് കയറിയിരിക്കേ. എനിക്ക് അവന്റെ മോന്ത കണ്ടിട്ട്. ഹനാൻ ഷോയുടെ കുറച്ച് വികൃതികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. അസൂയാണ് സർ. നമ്മുടെ നാട്ടില് കുടുംബസംഗമത്തിൽ ഇതിലേറെ നല്ല മൈക്ക് കിട്ടും. അഹങ്കാരമാ. എന്തൊരു ചൊറിച്ചില്. അഹങ്കാരോ? ഒരു കോൺസേർട്ട് നടത്തുക എന്നുള്ളൊരു കാര്യം പറയാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അത് ഈ റൂമിൽ ഇരുന്നാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് വെളിയിലിരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാമത് വിവരമില്ല. അത് പിന്നെ പോട്ടെ, അത് ജനിച്ചപ്പം മുതലേ ഇല്ലാത്തതാണ്. അത് ദൈവം കൊടുക്കുന്നതാണ്. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരാള് ഒന്ന് പൊങ്ങി വരിക അല്ലെങ്കിൽ ഇതായിട്ട് വരിക എന്ന് തോന്നുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കാണുന്ന ടിപ്പിക്കൽ കുശുമ്പെന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. എനിക്ക് അസൂയൊന്നുമില്ല കേട്ടോ. മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയ ഉണ്ടാവും. ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാതെ പുള്ളിയെ പുറത്തെ രാജ്യത്ത് ഒരു പരിപാടിക്ക് വിളിക്കണ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? മനസ്സിലായോ? അതിന് ഇത്ര ഹെയ്റ്റ് ക്യാമ്പയിനും അഹങ്കാരം ഒന്നും പറയേണ്ട ആവശ്യമില്ല. മഞ്ഞപ്പിത്തം പിടിപെട്ടവന് എല്ലാം മഞ്ഞയായിട്ടേ തോന്നും. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്. രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയാം. അതെങ്ങനെ അഹങ്കാരമാവും ബ്രോ? ഇപ്പൊ ലൈവ് ചെയ്യുമ്പോൾ ബ്രോയ്ക്ക് ഫേസ് ക്യാം ആയിട്ട് വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ ഔട്ട് കൊടുക്കാനല്ലേ ഫേസ് ക്യാം വെച്ചിരിക്കുന്നത് DSLR. അതുകൊണ്ടാണ് DSLR. അല്ലെങ്കിൽ 4000 രൂപ 2000 രൂപയുടെ ഫേസ് ക്യാം മേടിച്ച് വെച്ചാൽ പോരായിരുന്നു. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നല്ല ക്വാളിറ്റിയിൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ അവർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര കാര്യമാണ്. ചേട്ടാ, ഇതിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓണങ്കറ മൂലന്ന് കെട്ടിയെടുത്ത് പോയില്ലേ ഇവരും കേട്ട വർഗം. ഹനാൻ ഷോ വന്നിട്ട് ഇവിടെ കുത്താനായിട്ട് ഒരു കേബിൾ പോലും ഇല്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോവുക. എന്തൊരവസ്ഥയാന്ന് നോക്കിയേ. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നു. ഹനാൻ ഷോന്റെ കുഴപ്പമില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനും ഷബീറും കൂടെ വേണ്ട, ചിലപ്പോ ഷബീർ വന്ന് ശുദ്ധഹാസ്യം മൈൻഡ് അടിക്കണ്ട. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയതാണോ കോമഡി? ഞാൻ ഷബീർ ബൈക്ക് എടുത്ത് റൈഡിംഗ് ഗിയേഴ്സ് ഇട്ട് വന്നതാണ്. അത് ബ്രോ എന്നെ തേച്ചതാണല്ലേ? ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും